ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഉറുമാമ്പഴം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണിത്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കുന്നത്, അപ്പോൾ 2 ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറുമാമ്പഴത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉറുമാമ്പഴത്തിന് അളവ് കൂട്ടാം. അപ്പോൾ 2 ഉറുമാമ്പഴം നന്നായി വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറുമാമ്പഴം പലർക്കും ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഈ ക്ലീനിങ് പ്രോസസ്സ് കൊണ്ടാണ് പലർക്കും ഉറുമാമ്പഴം ഇഷ്ടമല്ലാത്തത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈറ്റ് പോർഷൻ കാണും. അപ്പോൾ അത് മാക്സിമം റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി അതിലോട്ട് 1 കപ്പ് പാൽ ഇത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പാൽ നന്നായിട്ട് തണുപ്പിച്ച് കട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പാൽ തണുപ്പിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ നന്നായി കട്ടാക്കിയിട്ടില്ല. ഇനി അതിലോട്ട് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷുഗറിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറുമാമ്പഴം പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ബ്ലഡൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് പറയണേ? എന്താ സാധനം മനസ്സിലായോ? എന്താണ് ഉറുമാമ്പഴം?